ഹായ്, ഞാനിന്ന് വന്നേക്കണത് നമ്മുടെ ഒരു വീട് വിൽക്കാനുണ്ട്. എൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മയുടെ വീട്. ഉമ്മച്ചിയുടെ ഉമ്മ, കുഞ്ഞുമ്മ, ഉമ്മച്ചി, ഞങ്ങളുടെയൊക്കെ ഒരു വീട്. അപ്പം ഞങ്ങളുടെ വീട് ഇപ്പം ഞങ്ങൾ വിൽക്കാൻ പോകാൻ ഇപ്പം നിൽക്കണത് ആ വീട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് ഈ വീട് വാങ്ങാം. അപ്പം ഈ വീട് ഞാൻ ഫുള്ള് കാണിച്ചു തരാം. എനിക്ക് വീടിനെ പറ്റി വീടിൻ്റെ ചരിത്രവും വീട് പണിതപ്പോൾ ഉള്ള കഷ്ടപ്പാടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലാതെ ഈ സ്ക്വയർ ഫീറ്റ്, ആ അളവ് ഈ അളവ് അങ്ങനെ അതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലെങ്കിലും എനിക്ക് അറിയാവുന്ന അറിവ് വെച്ചിട്ട് ഞാൻ ഫുള്ള് കാണിച്ചു തരാം. ഞാനപ്പോൾ വീട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ നിൽക്കണത് ആ വീട്ടിലാണ്. ഞാൻ നിങ്ങൾക്ക് വീട് ഫുള്ള് കാണിച്ചു തരാം. ഇതാണ് വീട്. അതായത് ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങും. ഇവിടെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ടോ? സിറ്റ് ഔട്ട് ചുറ്റും ഇങ്ങനെയാണ്. ഇവിടെ നിന്നാണ് ഇങ്ങനെ വഴി തന്നെ. ഇത് വേറെ ആരുടെ ഓട്ടോറിക്ഷയാണ്. അങ്ങനെ സിറ്റ് ഔട്ട്. ഇവിടെ നമുക്കിരിക്കാം. ഞാൻ രാത്രി ഒരു 7 മണിയാകുമ്പോൾ ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് ഇവിടെ ഇരിക്കാറുണ്ട്. ഇവിടെ നല്ല അടിപൊളി കസാരയായിരുന്നു. ഇപ്പം കസാര ഇട്ടേണിയാ. അതുവഴി പോയ വഴിയുണ്ട്, ഇതുവഴിയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ കയറുമ്പോൾ ഒരു ചെറിയ ഹാള്. അപ്പം ഇവിടെ സിറ്റ് ഔട്ട് ഉണ്ട്. ഇവിടെ ഒരു ചെറിയ ഹാളുണ്ട്. ചെറിയ ഹാളിൽ നിന്ന് ഇവിടേക്ക് വലിയ ഹാള്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിറ്റ് ഔട്ടിലിരിക്കാം. ഇപ്പോൾ കുറേ ബന്ധുക്കാരൊക്കെ വരുമ്പോൾ നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ ചെറിയ ഹാളിലിരിക്കാം. ഈ കസാരയിൽ ഇവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം. സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് വീട്ടിൽ. ആദ്യം ഈ വീടിൻ്റെ ഇവിടെ വേറെ ഇതായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് വഴി ഇങ്ങോട്ടും വഴി. ഇങ്ങോട്ട് പോകുമ്പോൾ ഈ റൂമിൽ കയറും, ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഹാളിലേക്ക് ചാടും. പിന്നെ ഞങ്ങൾ പൊളിച്ച് ഇങ്ങനത്തെ അന്ന് സാധാ വീടുമല്ലോ, പിന്നെ പൊളിച്ച് ഇങ്ങനെ ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് ഇതേ കണ്ട. ഇടയ്ക്ക് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്ത സെറ്റപ്പാണ്. ഫോട്ടോ മാത്രം എടുക്കാൻ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഡിസൈനൊക്കെ ചെയ്ത് പൊളിച്ച് പണിത ഒരു സെറ്റപ്പാണിത്. അപ്പോൾ അനേകം പൈസ മുടക്കിയിട്ടാണ് ഇത് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഹാള് കണ്ടോ, ഹാളുണ്ട്. പിന്നെ ഹാളിൽ നിന്ന് വന്നാൽ ഇവിടെ ബെഡ്റൂം. ഭയങ്കര തണുപ്പാണ് ഇവിടെ. തണുപ്പിൻ്റെ സമയത്ത് തണുപ്പ്, ചൂടിൻ്റെ സമയത്തും തണുപ്പ്. നോർമൽ കാലാവസ്ഥ. അതാണ് ഇവിടെ കിടക്കണതിന് ഏറ്റവും സുഖം. ഇതൊരു ചെറിയ റൂമാണിത്. ഇവിടെ ഒരു ചെറിയൊരു ബാത്റൂമുണ്ട്. പിന്നെ അടുത്തത് ഇനി ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ആ ഹാളിൻ്റെ അങ്ങോട്ടേക്ക്. ഇനി ഹാളിൻ്റെ ഇപ്പുറത്തേക്ക്. എല്ലാ വീട്ടിലും ഹാളിൽ കയറി പിന്നെ അങ്ങോട്ട് പോയി അങ്ങനെ ആയിരിക്കും. ഇത് ഹാളിൻ്റെ ഇവിടെ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് അങ്ങോട്ട്, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇവിടെ വരുമ്പോൾ ഇവിടെ വേറെ റൂം. കറണ്ടില്ലാന്നോ? ഇവിടെയും ഒരു ബെഡ്റൂമാണ്. ഞാൻ ലൈറ്റ് ഓൺ ആക്കാം. കറണ്ടില്ലേ? കറണ്ട് ഉണ്ടല്ല. ഇവിടെ ഒരു ബെഡ്റൂം. ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് വന്നു. വലിയ ബെഡ്റൂമാണ്. ഇവിടെ ഇവിടെ ഒരു വിശാലമായ ബാത്റൂമൊന്നും കാണിക്കുള്ളത്. ബെർത്തൊക്കെ ഉണ്ട്. ബെർത്തിൽ സാധനങ്ങളൊക്കെ കഴിക്കും. ഇവിടെയും ബെർത്തൊക്കെ ഉണ്ട്. ഫാൻ വേണോ? ഫാനൊന്നും തരില്ല കേട്ടോ. വീട് വേണേ തരാം. ആ മുറി കണ്ടു. അപ്പം നമ്മൾ ഇവിടെ നിന്ന് കയറി വരാം. അവിടെ റൂം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ റൂം. പിന്നെ ഇവിടെ സാധനങ്ങൾ. പിന്നെ ഇങ്ങോട്ട് അടുക്കള, വാഷ് ബേസ്. ഇവിടെ വേണമെങ്കിൽ വാഷ് ബേസ് സെറ്റ് ചെയ്യാം. ഞങ്ങളിവിടെ സെറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ നല്ല സൗകര്യം. വേറെ എവിടെയും താല്പര്യം ഉണ്ടെങ്കിൽ വെച്ചോ. ഒരടുക്കള, ഫസ്റ്റ് അടുക്കള. ഫുള്ള് സാധനങ്ങൾ നീറ്റിടാം. അടുപ്പ്, ഫുള്ള് സാധനങ്ങൾ. ഞാൻ ഇവിടുന്ന് ഡാൻസൊക്കെ കളിക്കും. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയ അടുത്തത് ഇങ്ങോട്ട് വലിയ അടുക്കള, അതായത് മെയിൻ അടുക്കള. അപ്പം ഇവിടെ അടുക്കള, അവിടെ നിന്ന് കടന്ന് ഇവിടെ ഒരു അടുക്കള, ഇവിടെ നിന്ന് കടന്ന് വേറൊരു അടുക്കള. സ്റ്റെപ്പ് ഇറങ്ങി
ഫ്രിഡ്ജ് ഇവിടെ ടേബിളിട്ട് വേണം ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം. വാഷിംഗ് മെഷീൻ ഞങ്ങളവിടെ, ഇവിടെ ഇങ്ങനെ അടുക്കള. ഞങ്ങൾ ഈ ചെയ്ത സെറ്റപ്പിൽ തന്നെ ഈ വാങ്ങണ ആളും ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. എല്ലാം കറക്റ്റ് പൊസിഷനാണ്. കുളിമുറി, ഇവിടെ നോർമൽ ബാത്റൂം, അത്ര അങ്ങനെ ഒരു ഇതാണ്. ഇനിയാണ് എൻ്റെ മെയിൻ സ്പോട്ട്. ഇങ്ങനെ വന്ന് 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 അവിടെ അയൽവക്കക്കാർ, അവരുടെയൊക്കെ അവിടെ ഇരിക്കാൻ സുഖമല്ല, ഇവരുടെ ഇവിടെ ഇരിക്കാൻ സുഖമല്ല. ഉള്ള സാധനങ്ങളാണ് നമുക്ക് വേണ്ട. കറക്റ്റ് പൊസിഷൻ. പുഴ ഇതിപ്പോൾ ഇന്നലെ രാത്രി മഴ പെയ്തുകൊണ്ടാണ് ചെളി വെള്ളം, അല്ലെങ്കിൽ നല്ല വെള്ളം. പണ്ട് കുളിക്കാൻ പറ്റുമായിരുന്നു, ഇപ്പം കുളിക്കലില്ല, അലക്കലുള്ളൂ. ഫുൾ പുഴ. അവിടെയും പുഴ. ഞാൻ രാത്രി ഒരു 9 മണി, ഒരു 9 മണി 10 മണിയൊക്കെ നമ്മുടെ ചോറിനാണ്. അത് കഴിയുമ്പോൾ ഇവിടെ വന്നിരിക്കും. ഇവിടെ ഇരുന്ന് റീൽസും കണ്ട്, ഫുഡും കഴിച്ച് റീൽസും കണ്ട്, ഇവിടെ ഇങ്ങനെ കസാരയിട്ട് ചാരിയിരിക്കാൻ എന്ത് സുഖമെന്നറിയും. ഞാൻ അങ്ങനെ ഇരിക്കണ ഒരു വീഡിയോ ചെറുതായിട്ട് ഇവിടെ സൈഡിൽ കൊടുക്കാം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കയറാം. മുകളിലേക്ക് സ്റ്റെപ്പ്, മേളിലേക്ക് കയറാൻ സ്റ്റെപ്പ്. ഇവിടെ ഒരു തെങ്ങുണ്ടായി, തെങ്ങ് ഇടിവെട്ടിയപ്പോൾ പോയി. ഇവിടെ വേണമെങ്കിൽ അലക്കാം. സ്റ്റെപ്പ് കയറാം. സ്റ്റെപ്പ് കയറി 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 ഇവിടെ എത്തി. ഏതാ വൈബ്, ഏതാ വൈബ്. ഇപ്പുറത്തെ കിള്ളിയാട്ടം. ഇവിടുന്ന് ഇങ്ങടെ വന്ന് ഇവിടെ കണ്ട സെറ്റപ്പ്. ഇവിടെ ടാങ്ക്, ചെറിയ ടാങ്കാണ്, വലുതാണ്. ഇവിടുന്ന് കയറിയ വർക്കമേള്. ഒരു കയ്യിൽ ക്യാമറ, ഒരു കയ്യിൽ 1 മിനിറ്റ്. വിശാലമായ ടെറസ്. ഏതാ ടെറസ്. റീലൊക്കെ എടുക്കണ പെൺപിള്ളേരുണ്ടെങ്കിൽ അത് ഇവിടെയൊക്കെ ഇരുന്ന് റീലെടുത്തോ, നല്ല രസമായിരിക്കും. ഞാൻ റീലൊക്കെ വീണ്ട അകത്തിരുന്ന് എടുക്കാറ്. തേങ്ങ കുറച്ച് വെള്ളം തായോ. ഉണ്ട്, അടിപൊളിയാണോ. ഇവിടുന്ന് ചാടിയ പുഴ ചാടും. ഒന്ന് ഇറങ്ങട്ടെ. അങ്ങനെ ഇവിടെ താഴത്തേക്ക് ഇറങ്ങാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് സൈഡിലുള്ള വഴി കാണിച്ചു തരാം. ഇറങ്ങണം. ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കണം, ഈ മഴക്കാലമാകുമ്പോൾ വേണ്ടി തെന്നിക്കിടക്കും. എനിക്കാണെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങണേ ചടങ്ങ, വെയിറ്റ് ഉള്ളതുകൊണ്ടേ. അമ്മ ഇതാ സൈഡ് വഴി. കണ്ട, ഇതൊക്കെ ഞങ്ങൾ ഫിറ്റ് ചെയ്ത പുല്ല. ഞങ്ങൾ ഫിറ്റ് ചെയ്ത പുല്ല. അയൽവക്കക്കാർക്കൊക്കെ നമ്മോട് ഭയങ്കര സ്നേഹം. വീടിൻ്റെ ഫ്രണ്ടെത്തി. അയൽവക്കക്കാർക്കൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. കാരണം ഇവിടെ അയൽവക്കം ഇപ്പം അപ്പുറത്ത് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി ഇവിടെ തരും. ഇവിടെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ നമുക്ക് ഭയങ്കര സ്നേഹം. നമുക്ക് എന്തെങ്കിലും പറ്റി ഓടി വരാൻ ആളുണ്ട്. അതാണ് ഇവിടുത്തെ അയൽവക്കക്കാരുടെ പ്രത്യേകത.
നമ്മൾ പോണത് തന്നെ നമുക്ക് എറണാകുളത്ത് ഫ്ലാറ്റ് കിട്ടിയതുകൊണ്ട്. അതെൻ്റെ വല്യമ്മ അപ്പുറത്തെ ആൾക്കാരായിട്ട് സംസാരിക്കണം. ഞാൻ പറഞ്ഞുള്ളൂ അപ്പോഴത്തേക്ക് അയൽവക്കക്കാരായിട്ട് സംസാരിക്കണം. അടുക്കള. അപ്പം ഇതൊക്കെയാണ് വീട്. ഇതിനിപ്പോൾ ഞങ്ങൾ ഇട്ടേക്കണ പ്രൈസ് എന്ന് പറഞ്ഞാൽ 25 ലക്ഷമാണ്. പിന്നെ പ്രൈസ് ഇടാൻ കാരണം എന്താണെന്ന് ഞാൻ പറയാം. പ്രൈസ് അത്ര ഇടാൻ കാരണം 25 ലക്ഷം ഈ വീട് വാങ്ങിച്ച പൈസ, ഈ വീടിൻ്റെ സ്ഥലത്തിൻ്റെ പൈസ, ഇത് വാങ്ങിച്ചപ്പോൾ ഇത് 5 സെൻറ്റ് അങ്ങണ്ട്, 5 സെൻറ്റ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പൈസ, ഇതിൻ്റെ ഇത് വീട് പണിതേൻ്റെ പൈസ, വീടിൻ്റെ പൈസ, അത് ഞങ്ങൾക്കിത് ചിലവായേക്കണ പൈസയുടെ ഞങ്ങൾ കുറച്ചിട്ടാണ് 25 പറയണത്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയല്ലേ ഉള്ളൂ, ഇത് പണിയാൻ അത്ര പൈസയാവുമെന്ന്. പക്ഷേ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള സിമെൻറ്റ്, ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ, അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് അത്ര പൈസ ചിലവാകും. നമ്മൾ പേടിക്കാണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് ചാടുമൊന്നുമില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ പുഴയുടെ അവിടെ 9 മണിക്ക്, ഒരു 9:30 ആകുമ്പോഴാണ് ഇവിടെ ഞങ്ങൾ ചോറ് തിന്നാറ്. ഞങ്ങൾ ചോറ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കസാരയിട്ട് നേരെ പുറകെ പോയിട്ട് ഇൻസ്റ്റയിൽ റീല് സ്ക്രോൾ ചെയ്യും. ഞാൻ അവിടെ പോയിരുന്ന് കുറേ നേരം 1 മണിക്കൂർ 2 മണിക്കൂർ ഇൻസ്റ്റയിൽ റീല് കാണാൻ വേണ്ടി തന്നെ ഞാൻ ഫോൺ കുത്തിയിടും. 9:30 വേണ്ടി ചോറ് തിന്നുമ്പോൾ ഞാൻ ഫോൺ എടുത്ത് പോയി സിനിമ എന്തെങ്കിലും വെച്ച്, അല്ലെങ്കിൽ ഞങ്ങൾ കുടുംബം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരുന്ന് ചോറ് നിന്നിട്ട് ഞാൻ നേരെ അവിടെ പോകും. ബാക്കി എല്ലാവരും ചിലപ്പോൾ ഇവിടെ വന്നിരുന്ന് വല്ല ഫ്രൂട്ട്സൊക്കെ കഴിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങൂല. അതാണ്. അപ്പം 25 ലക്ഷമാണ്. അത് തന്നെ ശരിക്കും ഞാനിത് വിൽക്കണ കാര്യം പറഞ്ഞപ്പോൾ 25 ലക്ഷം എന്താ പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടൂലല്ലോ അതിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ പണിത പൈസ കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടുമില്ല, അതുകൊണ്ട് നമുക്ക് 25 വേണമെന്ന്, അത് മതി എന്ന് പറഞ്ഞു. അപ്പം എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ 24-23 റെഡിയാക്കി തരാം. അപ്പം നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇത് എടുക്കാം. ഇതിൻ്റെ സ്ഥലം മൂവാറ്റുപുഴ, എറണാകുളം മൂവാറ്റുപുഴ പുന്നമറ്റം, കാളിയാറ് പോണ വഴിക്ക് പുന്നമറ്റം. കാളിയാറ് പോണ വഴിക്ക് എന്ന് പറയുമ്പോൾ കോതമംഗലം പോണ വഴിക്ക് കക്കടാശ്ശേരി എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ, അവിടെ നിന്നാണ് തിരിഞ്ഞ് കാളിയാർക്ക് പോണത്. അവിടെ നിന്ന് പോണ വഴിക്ക് 2ാമത്തെ ജംഗ്ഷൻ, ആദ്യം ഒരു ജംഗ്ഷൻ, 2ാമത്തെ ജംഗ്ഷൻ പുന്നമറ്റം. പുന്നമറ്റത്ത് ഒരു പള്ളിയുണ്ട്, പുന്നമറ്റം പള്ളി, പച്ചപ്പള്ളി, മുസ്ലിംസ് പള്ളി. ആ പള്ളിയുടെ അവിടെ നിന്ന് ഉള്ളുവഴി കയറി ലെഫ്റ്റ് തിരിഞ്ഞ്, ലെഫ്റ്റിൽ നിന്ന് നേരെ വന്ന് ഒരു സ്ഥലത്ത്, അവിടെ നിന്ന് പിന്നെയും ഒരു ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ ഇവിടെ വരും. ഇവിടെ നിന്ന് ഞങ്ങളുടെ വീടിന് അപ്പുറത്തേക്ക് 2 വീടിന് വീടില്ല. അവിടെ നിന്ന് പിന്നെ അപ്പുറത്തേക്ക് പുറകേട്ടേക്ക് വീട്. അവിടെ വീടിൻ്റെ ഇത് തീർന്നു. പിന്നെ അവിടെ നിന്ന് ആ വീട്ടുകാരുടെ മതിലൊക്കെ ചാടി വേറെ വീട്ടിലേക്ക് പോകണം. അപ്പം അങ്ങനെ ദേവന്നെ അങ്ങനെ ഒരു സെറ്റപ്പ്. അപ്പം നിങ്ങൾ വേണ്ടവർ പറയാം. നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, ഇവിടെയും കൊടുക്കാം. അങ്ങനെ ഒരു സെറ്റപ്പ്. അപ്പോൾ വേണ്ടവർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. 25 ലക്ഷം. അപ്പം അങ്ങനെ തന്നെ. ഓക്കെ.